ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 50. അശോകസ്താരണസ്താര ശൂര ശൗര്യർജനേശ്വര അനുകൂലശതാവർത്ത പത്മീ പത്മനിഭേക്ഷണ. ഹരി ഓം. ഹരി ഓം. 336 നാമം അശോക. ശോകം ഇല്ലാത്തവൻ എന്ന അർത്ഥം. എപ്പോഴും പ്രസന്നനാണ്, ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്? കാരണം ഭക്തി എന്ന രസം ഭഗവാനോടുള്ള പ്രേമമാണ് ഭക്തി. അപ്പോൾ ഭഗവാന്റേതായി തീരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയായി തീരുമ്പോൾ എന്താണ്? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയാറുണ്ടല്ലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ഏത് ഗുണമുള്ള ആളോടാണോ ചേരുന്നത് ആ ഗുണം നമുക്കും വരും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഭക്തി ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ്? ആ തെളിവ് തന്നെ മനസ്സിൽ എപ്പോഴും പ്രസാദം ഉണ്ടായിരിക്കുക എന്നതാണ്. കാരണം നമ്മൾ ഭഗവാന്റേതാകുമ്പോഴാണ് നമ്മൾ ശരിയായ ഭക്തരാകുന്നത്. ഭഗവാന്റേതാകുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങളൊക്കെ അതിൻ്റെ ചെറിയ അംശമെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഭക്തി ഉണ്ട് എന്ന് പറയുകയും എപ്പോഴും എനിക്ക് മനസ്സിനൊരു സുഖമില്ല, ജീവിതത്തിനൊരു രസമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. കാരണം ഭക്തിയും ഈ രസമില്ലായ്മയും തമ്മിൽ ചേരില്ല. ഭക്തിയോട് ചേരുന്നത് ആനന്ദമാണ്. കാരണം ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. ശോകമില്ലാത്ത അശോകൻ ആയിരിക്കുന്ന ഭഗവാനോട് ചേരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശോകവും ഇല്ലാതാകും. അങ്ങനെ ആകുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഭക്തരായി തീരുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ ഗുണങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. ഭഗവാൻ അശോകനാണ്. 337 നാമം താരണഃ. ഈ സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യിക്കുന്നവൻ എന്ന അർത്ഥം. ഭഗവാനോട് അടുക്കുംതോറും ഈ ജീവിതത്തോടുള്ള ഒരു വിരക്തി അത് സ്വാഭാവികമായി വന്നു ചേരും. ആ വിരക്തി തന്നെയാണ് ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. അതാണ് താരണഃ. 338 നാമം താരഹ. എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് താരഹ. നമുക്ക് മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. എന്നാൽ ഈ ശരീരം വിടുന്നതോടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഭഗവാനിലേക്ക് ലയിക്കാനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ മരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അപ്പോൾ മരണഭയം ഇല്ലാതാകുന്നു. ഇങ്ങനെ ഗർഭജന്മ ജരാപ്രായമാവുക, മൃത്യു തുടങ്ങിയ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. അങ്ങനെ ആ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് താരഹ. 339 നാമം ശൂരഹ. മഹാപരാക്രമശാലിയായിട്ടുള്ളവൻ എന്നർത്ഥം. നമ്മുടെ സംരക്ഷകൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് അറിയുമ്പോൾ തന്നെ ഒരു ധൈര്യമാണ്. അതാണ് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഇങ്ങനെ വാഴ്ത്തുന്നത്. 340 നാമം ശൗരിഹി. ശൂരസേനന്റെ മകന്റെ മകൻ ആണ് ശ്രീകൃഷ്ണൻ. ആ അർത്ഥത്തിലാണ് ശൗരി. ആ ഒരു വംശത്തിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ ശൗരിഹി. 341 നാമം ജനേശ്വരഃ. എല്ലാ ജനങ്ങളുടെയും ജന്തുക്കളുടെയും ജനിച്ചവർ എന്നർത്ഥത്തിലാണ്. അല്ല, ജന്മനാ ജായതേ ജന്തു എന്നാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ എല്ലാവരെയും എന്ന് പറയുന്നത്. അവരുടെയൊക്കെ സംരക്ഷകൻ ഈശ്വരൻ ജനേശ്വരഃ. 342 നാമം അനുകൂലഃ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് ജീവാത്മ സ്വരൂപത്തിൽ ഇരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ നമ്മളെപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കും. നമുക്ക് ദോഷം വരുന്നതൊന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ട് നിന്നാൽ, ഈ പ്രകൃതിക്ക് വശംവദരാകാതെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടേ ഭഗവാൻ എന്തും ചെയ്യുകയുള്ളൂ. കാരണം ഈ ശരീരം ഭഗവാന്റേതാണ്. അതിനൊരു ദോഷം വരാൻ ഭഗവാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മുടെ ആ ഒരു അഹംബോധം അത് മാറിയിട്ട് അഹങ്കാരം അവിടെ വരുമ്പോൾ, അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് വശഗതരായി പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പ്രാരബ്ധ വശാലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇങ്ങനെ ദുഃഖിച്ച് വശം കെട്ടു പോകുന്നു. എന്നാൽ ഭക്തി, മുൻപ് പറഞ്ഞു, ഭക്തി എന്ന ഒരു രസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും ബാധിക്കുകയില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് അനുകൂലനായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അനുകൂലഃ.
343 നാമം ശതാവർത്ത. ഇവിടെ ഒരു അവതാരം എടുത്തു എന്ന് കരുതുക. ആ ഒരു അവതാരം എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇനി വരാതിരിക്കുന്നില്ലല്ലോ ഭഗവാൻ. എപ്പോഴൊക്കെ അധർമ്മം സംഭവിക്കുന്നുവോ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, അപ്പോഴൊക്കെ ഭഗവാൻ 100 ആവർത്തി, അതാണ് ശതാവർത്ത. 100 ആവർത്തി എന്നതുകൊണ്ട് 100 ഇന്നൊരു സംഖ്യയല്ല, എത്ര തവണ വേണമെങ്കിലും ഭഗവാൻ ഈ ലോകത്ത് അവതരിക്കാൻ തയ്യാറാണ്. കാരണം ഈ ലോകത്ത് ധർമ്മം നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത് ഭഗവാന്റെ ആവശ്യമാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ദേവനായിട്ട് അല്ലെങ്കിൽ പോലും പല ഗുരുക്കന്മാരുടെ രൂപത്തിലും ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ 100 ആവർത്തി ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ വന്ന് അവതരിച്ചവൻ എന്ന അർത്ഥത്തിൽ ശതാവർത്ത. 344 നാമം പത്മി. തൻ്റെ ഒരു കയ്യിൽ താമരപ്പൂ ധരിച്ചവൻ, പത്മം ധരിച്ചവൻ എന്നർത്ഥത്തിൽ പത്മി. 345 നാമം പത്മനിഭേക്ഷണ. പത്മനിഭം എന്നാൽ താമര പോലെ ഉള്ള ഈക്ഷണം, നേത്രങ്ങളുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പത്മനിഭേക്ഷണ. ഹരിയോ.